കേരളത്തിൻ്റെ സ്വന്തം ചക്കപ്പുഴുക്ക്. ചക്കക്കാലായാൽ വയറിൻ്റെ പ്രശ്നങ്ങളൊന്നും നോക്കാതെ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുകയും ചെയ്യും. എല്ലാവർക്കും അറിയാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. പക്ഷേ നമ്മുടെ ചാനലിൽ കുറച്ച് ബാച്ചിലേഴ്സിനും നോൺ കേരളൈറ്റ്സിനും വേണ്ടി നമ്മൾ ഒന്നുകൂടെ ഉണ്ടാക്കുന്നു. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെജ് കേരള. ഇന്ന് എനിക്ക് കിട്ടിയ ചക്ക ക്ലീൻ ചെയ്ത് വന്നപ്പോൾ ഒരു 400 ഗ്രാം ഉണ്ട് അപ്രോക്സിമേറ്റ്. ഇത് ചെറുതായിട്ടുള്ളൊരു മധുരം കൂടിയുള്ള ചക്കയാണ്. അത് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്തിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലർക്ക് പുഴുക്ക് നല്ല കുഴഞ്ഞ രൂപത്തിലായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് കുക്കറിൽ ഇത് പാകം ചെയ്യാം. ചിലർക്ക് അത്ര കുഴഞ്ഞിട്ട് ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ഇടയ്ക്ക് തുറക്കാൻ പറ്റുന്ന പാത്രം ഉപയോഗിക്കാം. ഞാൻ ഇന്ന് അങ്ങനെയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ മെത്തേഡിലാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇത് അരിഞ്ഞു വെച്ച ചക്ക നേരിട്ട് കുക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് ചേർക്കാൻ പോവുകയാണ്. ഇപ്പം അടുപ്പിലല്ല കേട്ടോ ഉള്ളത്, ഫ്ലെയിമിലല്ല. ഫ്ലെയിമിൽ വെക്കുന്നതിന് ഒരു 10-15 മിനിറ്റ് മുന്നേ ഉള്ള സ്റ്റെപ്പാണ് കേട്ടോ ഇത്. അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. ചിലർക്കൊക്കെ ചക്കപ്പുഴുക്കിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഉപ്പുവെള്ളം തളിച്ചിട്ടാണ്. അങ്ങനെ കംഫർട്ടബിൾ ആയിട്ടുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ ആവാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. കളറ് കിട്ടാനും പിന്നെ ഒരു ചെറിയൊരു എരിവിനും വേണ്ടിയിട്ടാണ്. ഇനി കഷ്ണങ്ങളിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചുമന്ന മുളക് പൊടിയും നന്നായിട്ട് നമ്മുടെ കൈ വെച്ച് തന്നെ തിരുമ്മി പിടിപ്പിക്കുക. എല്ലാ കഷ്ണങ്ങളിലും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒന്ന് കോട്ടായി വരട്ടെ. ഒന്ന് മൂടി വെക്കാം. ഒരു 10-15 മിനിറ്റ് നേരം ഇതിങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യട്ടെ. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്കിത് നേരെ അടുപ്പിലേക്ക് മാറ്റാം. ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്യാൻ വേണം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. അതിലേക്ക് വേണ്ടി ഒരു 1.25 കപ്പ് ചിരവിയ തേങ്ങ എടുത്തിട്ടുണ്ട്. 1 മുതൽ 1.25 കപ്പ് വരെ എടുക്കാം. തേങ്ങയിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ചേർക്കാനുണ്ട്. ചെറിയ ഉള്ളി ഒരു 5-6 എണ്ണം മീഡിയം സൈസിലുള്ളത്. വെളുത്തുള്ളി അല്ലികൾ ഒരു 4 മുതൽ 6 എണ്ണം വരെ എടുക്കാം, മീഡിയം സൈസിലുള്ളത്. ഒരു 1/4 ടീസ്പൂൺ മാത്രം ജീരകം, പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില, ഇത്രയും കൂടി വേണം. ഇതെല്ലാം കൂടെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ ഇത് ക്രഷ് ചെയ്യില്ല, ഇപ്പോൾ ഇത് ഒതുക്കിയെടുക്കില്ല. നമ്മുടെ ചക്ക ഒന്ന് റെഡി ആയതിനു ശേഷം മാത്രം, പാകത്തിന് കുക്കായതിനു ശേഷം മാത്രം ഫ്രഷ്ലി ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കും. നമ്മുടെ ചക്ക അടുപ്പത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതിലേക്ക് മഞ്ഞളും മുളകും എല്ലാം നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഒരല്പം വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അടച്ചു വയ്ക്കുകയാണ്. ഉപ്പ് നേരത്തെ തിരുമ്മി പിടിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിൻ്റെ കൂടെ ഈ വെള്ളത്തിൽ ഉപ്പ് അലിയിച്ചിട്ട് കുടഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 4 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ പാൻ ഓപ്പൺ ചെയ്തപ്പോൾ ഏകദേശം എനിക്ക് വേണ്ട പാകമായിട്ടുണ്ട്. ഇനി തവി വെച്ച് ഒന്നുകൂടി ഉടച്ചു കൊടുക്കാൻ പോവാണ്. നന്നായിട്ട് ഉടയുന്നുണ്ട്. ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം സെൻറ്ററിൽ ഒരു ക്യാവിറ്റി ഉണ്ടാക്കാം. ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് വെച്ച് കൊടുത്തോളൂ കേട്ടോ. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ മിക്സിയിൽ എടുത്ത് വെച്ച ഇൻഗ്രീഡിയൻസ് 2 പൾസ് കൊടുത്ത് ഒന്ന് ഒതുക്കിയെടുക്കുക. വെള്ളം ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല. മിക്സിയിൽ 2 പൾസ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ ഇങ്ങനെ ക്രഷ് ചെയ്ത് കിട്ടും. ഇനി ഇത് നമ്മൾ ചക്ക വേവിച്ച് വെച്ചില്ലേ, അതിലെ നടുക്കുള്ള ആ ക്യാവിറ്റിയിലേക്ക് ചേർത്തിട്ട് 4 ഭാഗത്തുനിന്നും ചക്ക കോരി മേലേക്ക് തട്ടിപ്പൊട്ടി വെക്കാം. ഇപ്പോൾ തീ മിനിമത്തിലാണ് ഉള്ളത് കേട്ടോ. ഇപ്പോൾ ചക്കയ്ക്കും നല്ല ചൂടുണ്ട്. അടിയിൽ ലോ ഫ്ലെയിമിലാണ് ഉള്ളത്. ആ ചൂടിൽ കിടന്ന് തേങ്ങയും അതിലുള്ള മറ്റ് ഇൻഗ്രീഡിയൻസും ഒന്ന് വെന്ത് കിട്ടണം. ഒരു 10-20 സെക്കൻഡ് നേരം അങ്ങനെ വെച്ചാൽ മതി. തീർന്നിട്ടില്ല. ഒരു 20 സെക്കൻഡിന് ശേഷം നമ്മൾ അടച്ചു വെച്ചത് തുറന്നിട്ട് അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത്
ഒരു 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി കയ്യിലില്ലാത്തവര് തേങ്ങ ക്രഷ് ചെയ്തെടുക്കുമ്പോൾ അതിലേക്ക് മുഴുവൻ കുരുമുളക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ എടുക്കുകയും ചെയ്യാം. കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ മധുരിപ്പുള്ള ചക്കയുടെ കൂടെ പെപ്പറിന്റെ എരിവ് നന്നായിട്ട് ചേരുന്ന എൻ്റെ ചേച്ചിയാണ് കേട്ടോ എനിക്ക് പറഞ്ഞു തന്നത്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഇതിൻ്റെ കൂടെ ഒരു 2-3 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സ്റ്റെപ്പ് മാത്രം മിസ് ചെയ്യരുത് കേട്ടോ. ഏത് പുഴുക്കിൻ്റെ കൂടെ ആയാലും പച്ചവെളിച്ചെണ്ണ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ രുചി ഒന്ന് നന്നായിട്ട് ലെവലപ്പ് ആവും. ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് സാധാരണ ഞാൻ കഴിക്കുന്നത് നല്ല കട്ട തൈര് ഉണ്ടെങ്കിൽ അതും പുളിയുള്ള മാങ്ങയുടെ അച്ചാറുണ്ടെങ്കിൽ അതുമാണ് ബെസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതേപോലെ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. ഇങ്ങനെ ഓൾറെഡി ഉണ്ടാക്കുന്നവരാണെങ്കിലും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും തരൂ കേട്ടോ, കമൻറ്റിൽ ഇട്ടാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.